നല്ല കിഡിലൻ ടേസ്റ്റിൽ ഒരു ചെമ്മീൻ ഫ്രൈ ആയാലോ? ഒറ്റൊരു പ്രാവശ്യം ചെമ്മീന് നിങ്ങൾ ഇതുപോലെ ചെയ്തെടുത്താൽ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ഫാനാകും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ സൈസ് ചെമ്മീനാണ്. ഏത് ചെമ്മീനായാലും ഇതിന് കുഴപ്പമില്ല. പിന്നെ ഇത് വേവിച്ചതിന് ശേഷം ഇതിലെ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചെടുക്കരുത്, കുറച്ച് വെള്ളം അതിൽ ബാക്കി വയ്ക്കണം. ഇനി ഒരു മീഡിയം സൈസ് സവാള, ഒരു കഷ്ണം വെളുത്തുള്ളി, ഇത് രണ്ടും കൂടി ചതച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ 3 ചേർത്തത്. ഇനി ഈ മിക്സിയിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച സവാളയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നിങ്ങളുടെ കയ്യിൽ വേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ഈ ഒരു രീതിക്ക് ഇത് വഴണ്ടി വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് ചതച്ചത്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു ഗ്രേവി വറ്റി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് നല്ല ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വരട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈ റെഡിയായി. ഇത് മൺകലത്തിലാണ് ചെയ്തതെങ്കിലും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ചോറും കൂടി ഇട്ട് ആ ഗ്രേവിയും കൂട്ടി ഇതുപോലെ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.